Hello everyone, welcome back to food and chill. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തവ ചിക്കൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള തവ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. ഇത് തവയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തവ ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കൊക്കെ എടുക്കാം, പക്ഷെ തവ ചിക്കൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇരുമ്പ് തന്നെ ആയിരിക്കും നല്ലത്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 400 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ ചിക്കൻ അടിയിൽ പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് അതൊരു വൈറ്റ് കളറായി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളി നല്ലപോലെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ചിക്കനിൽ നല്ലപോലെ പിടിച്ച് കിട്ടുന്നത് വരെ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചും വേവിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. മല്ലിയിലയുടെ സ്മെല്ലൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിയില നല്ലപോലെ വെന്ത് കിട്ടുന്നത് വരെ ഇത് ഇളക്കി വേവിച്ചെടുക്കണം. ഇതിനുശേഷം ഇതിലേക്ക് അവസാനമായി ഒരു നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തവ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഒരുപാട് ഓയിലുള്ള ആവശ്യമായിട്ട് വരും. ഇങ്ങനെ തവ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ആവശ്യമായി വന്നത്. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് തവ ചിക്കൻ ഫ്രൈ. അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക.